AICC അധ്യക്ഷന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. GV ഹരി കോൺഗ്രസ് നേതാവ്, ഒപ്പം പുരുഷോത്തമൻ BJP നേതാവ്, ഇടതു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ഭാസുരേന്ദ്ര ബാബു, ജേക്ക് സി തോമസ് CPIM നേതാവ്. ഞാൻ GV ഹരിയിലേക്ക് പോവുകയാണ്. GV ഹരി, നമുക്കറിയാം വയനാട് സീറ്റിനെ സംബന്ധിച്ച് ഒരു ട്വിസ്റ്റ് അവസാനം വരെ നിലനിർത്തിയിരുന്നു. കേരളത്തിലെ ചർച്ചകളിൽ പല തർക്കങ്ങൾ ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് സമവാക്യങ്ങളും അതൊക്കെ കഴിഞ്ഞു. ഏറ്റവും അവസാനം T സിദ്ദിഖ് അവിടെ പ്രചരണവും ആരംഭിച്ചു, റോഡ് ഷോയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് അവിചാരിതമായി കേരളത്തിന്റെ മുഴുവൻ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെ സംബന്ധിച്ച്. ചില മാധ്യമങ്ങളൊക്കെ അടിക്കുറിപ്പ് എഴുതിയതുപോലെ ഒരു വയനാടൻ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് GV ഹരി, കൃത്യമായി താങ്കൾക്കെങ്കിലും പറയാൻ കഴിയുമോ ഇപ്പോൾ നടന്ന സംഭവം എന്താണെന്ന്? കാരണം ഇത്രയും പ്രശ്നങ്ങളും ചർച്ചകൾക്കും ഒടുവിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ രംഗത്തിറങ്ങിയിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഒരു പ്രഖ്യാപനം. എന്താണ് അതിനുള്ളിൽ കോൺഗ്രസ് ഒളിപ്പിച്ചിരിക്കുന്ന തന്ത്രം? ആനന്ദ് ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് അങ്ങക്ക് കൃത്യമായ വിവരം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ ആ സീറ്റിൽ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. ഔദ്യോഗികമായി പ്രഖ്യാപനം വരാത്തിടത്തോളം കാലം ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലമാണെങ്കിൽ ശരിയായിക്കോട്ടെ, അതോടൊപ്പം തന്നെ നിയമസഭ ആയിക്കോട്ടെ, അവിടുത്തെ കാൻഡിഡേറ്റിനെ നമുക്ക് പറയാൻ കഴിയില്ല. എനിക്ക് ആനന്ദ്, എൻ്റെ ഓർമ്മ, ഞാൻ കഴിഞ്ഞ ദിവസം ആനന്ദോട് ഇത് ചോദിച്ചിരുന്നു, വയനാട്ടിൽ പറയാമോ? ഞാൻ അപ്പോൾ പറഞ്ഞത് ഇതാണ്, ഔദ്യോഗികമായ പ്രഖ്യാപനം വരാത്തത് കൊണ്ട് എനിക്കിത് പറയാൻ കഴിയില്ല. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു, നമുക്ക് 4 പ്രഖ്യാപനങ്ങൾ വരാനുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ വന്നതിന് ശേഷം മാത്രമേ നമുക്കതിനകത്ത് കൃത്യമായി സ്ഥാനാർത്ഥി. സിദ്ദിഖ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നല്ലോ. സിദ്ദിഖ് പ്രചരണ പ്രവർത്തനമൊന്നും ആരംഭിച്ചില്ല. സിദ്ദിഖ് ആയിരിക്കും എന്നുള്ള ധാരണയിൽ അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് പക്ഷേ റോഡ് ഷോ ഒക്കെ കഴിഞ്ഞു. GV ഹരി, സിദ്ദിഖ് ഇന്ന് പ്രതികരിച്ചത്, ഞാൻ സന്തോഷത്തോടു കൂടി മാറി നിൽക്കുന്നു, എല്ലാ അനുഗ്രഹീതനായ ഒരു കോൺഗ്രസുകാരനാണ് ഞാൻ, കാരണം AICCയുടെ അധ്യക്ഷന് വേണ്ടി മാറി നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ, അതാണ് എന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി ഏതൊരു കോൺഗ്രസുകാരനും മാറി നിൽക്കണം. അതാണ് വസ്തുത എന്ന് നിൽക്കുകയാണ് എന്റെ ചോദ്യം. എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ ആണല്ലോ രാഷ്ട്രീയം? രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റുകൾ ഇല്ലാതെ എന്ത് രാഷ്ട്രീയം? ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ, ഈ കളി ഞങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾക്ക് ഒരു സീറ്റ് അധികമായി നേടാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ, അടിവരയിട്ട് ഞാൻ പറയുകയാണ്, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി ഞങ്ങൾക്ക് ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വയനാട്ടിൽ ബഹുമാനായ AICCയുടെ പ്രസിഡന്റ് തന്നെ മത്സരിച്ചാൽ, ഞാൻ വീണ്ടും ആ ഇൻവേർട്ടഡ് കോമേഴ്സിൽ പറയുന്നു, മത്സരിച്ചാൽ ഇവിടെ 20 സീറ്റ് ഞങ്ങൾ തൂത്തുവരും. അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകാൻ പോകുന്നത് വളരെ കാര്യമായിട്ടുള്ള റിഫ്ലക്ഷൻസ് ഞങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ സ്വാധീനമുണ്ടാവും. ഞാൻ എന്തിനേറെ പറയുന്നു, ഇവിടെ അൻവർ എന്തിനാണ് വോട്ട് ചോദിച്ചത്? ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചരണമായിരുന്നു, അൻവർ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വോട്ട് ചോദിച്ചത്. അപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള അൻവർ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഇതിലൊരു കാതൽ എന്താണ്? ഇവിടെ മത്സരിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, അന്തിമമായി സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നമ്മൾ മൊത്തമായി ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ മാത്രമാണ് സാധാരണഗതിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളൊക്കെ ഇതുവരെ മത്സരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇത്തവണ നമുക്ക് കൂടുതൽ സീറ്റുകൾ, കൂടുതൽ സീറ്റുകൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്നും, ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്നത് പോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ കിട്ടി നമുക്കൊരു ഒറ്റക്കക്ഷിയായി ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭ്യമാകുന്ന തരത്തിൽ നമുക്ക് വരാൻ വേണ്ടി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം ഇവിടെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സൗത്ത് ഇന്ത്യയിൽ അതിൻ്റെതായ ഒരു പ്രതിഫലനം ഉണ്ടാകും. അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുക, പ്രത്യേകിച്ച് കേരളത്തിൽ അദ്ദേഹം വരുമ്പോൾ. ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുകളൊന്നും കേരളത്തിൽ മത്സരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ എനിക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാന്നിധ്യം, വലിയ ആവേശമാണ് ഈ പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും. അനന്ത്, വലിയ ആവേശമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയിലും നേതാക്കന്മാർക്കിടയിലും ഈ വാർത്ത. അത് കോൺഗ്രസുകാർക്ക് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ ആഘോഷമാക്കി. സാധ്യതയില്ല, നെഗറ്റീവാണ്, അതുകൊണ്ട് ദക്ഷിണേന്ത്യ ലക്ഷ്യം വെക്കുന്നു എന്നാണോ? അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ കിട്ടി, ഇപ്പൊ പലരും ഇപ്പൊ BJP ഉള്ള ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹം പേടിച്ച് ഇവിടെ വരുന്നതാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, കണക്കാണ്, ഞാൻ കൃത്യമായ കണക്ക് പറയാം. അമേഠിയിൽ അദ്ദേഹം വിജയിച്ചത് 4,06,651 വോട്ടുകൾ നേടിയിട്ടാണ്. അതായത് അദ്ദേഹം കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയെ അവിടെ പരാജയപ്പെടുത്തുന്നത് 1,07,903 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് 44 സീറ്റേ ഉള്ളൂ എന്ന് ഓർത്തോണം.
ആ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് നേടാനായത് 44 സീറ്റ്. ഏറ്റവും പ്രതികൂലമായി മോഡി തരംഗം നിൽക്കുന്നു എന്ന് ഇവർ പറയുന്ന ആ സമയത്ത് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞങ്ങളുടെ AICCയുടെ പ്രസിഡന്റ് അമേത്തിയിൽ, ഞാൻ അമേത്തിയിൽ പോയിട്ടുള്ള ആളാണ്. ഞാൻ അമേത്തിയിൽ 4-5 ദിവസക്കാലം അദ്ദേഹത്തിന്റെ അവിടെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിൽ പോയി താമസിച്ചിട്ടുള്ള ആളാണ്. അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ഞാനൊരു കാര്യം പറയട്ടെ, അദ്ദേഹം ഇവിടെ നിന്ന് MP ആയി ജയിക്കുന്നതോടുകൂടി അദ്ദേഹം ഈ വയനാട്ടിലും കേരളത്തിലും കൊണ്ടുവരും. ഇപ്പം നമുക്കറിയാം, പ്രളയത്തിലൂടെ നമ്മുടെ കേരളം വളരെയധികം, ഇപ്പം തന്നെ നമുക്ക് കിട്ടേണ്ട പണം ഒന്നും ഇവർ തന്നിട്ടില്ല. ഈ പണം മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന്, നവകേരള നിർമ്മാണത്തിന് പ്രധാനമന്ത്രി എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി നൽകാൻ പോകുന്ന കൈയഴിച്ച സഹായത്തെക്കുറിച്ചാണ് ഞാൻ സ്വപ്നം കാണുന്നത്. കാരണം അതോടൊപ്പം തന്നെ വയനാട് പാക്കേജിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ ഒരു പുത്തൻ ഉണർവ് ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വാസുദേന്ദ്രബാബു സാറിന് അതിന് വിരുദ്ധമായ അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ജനാധിപത്യ മതേതരത്വ ശക്തികൾ വിജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിനൊരു മറുപടി പറയുമെന്ന് ഞാൻ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ചോളം ഉണ്ട്. കാരണം അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ശ്രീ ഭാസുരേന്ദ്രബാബു, എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഈ നിരീക്ഷണങ്ങളെ വിലയിരുത്തുന്നത്? ഇത് GV ഹരിയുടെ മാത്രമായ ഒരു അഭിപ്രായമോ ന്യായീകരണമോ അല്ല. കോൺഗ്രസിന്റെ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും. ഒരു ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിയോ മുന്നണിയോ ഉയർത്തി കാണിക്കുന്ന ഒരു വ്യക്തി ഇരു മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നതൊരു പുതിയ കാര്യമല്ല, സ്വാഭാവികമാണ്. അത് കേരളത്തിൽ നിന്നാകുന്നു എന്നത് അഭിമാനത്തോടെ ഏറ്റെടുക്കണം. പ്രത്യേകിച്ച് വയനാട് പോലൊരു ലോക്സഭാ മണ്ഡലമാകുമ്പോൾ വളരെ സാധാരണക്കാരായ ആളുകൾ അതിനെ, ഈ സ്ഥാനാർത്ഥിത്വത്തിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്താണ് ഇതിനുള്ളിലെ രാഷ്ട്രീയമായ തന്ത്രം? കാരണം ഏറ്റവും ഒടുവിലാണ് ഇത് സംഭവിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചായിരുന്നു ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ GV ഹരിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു 4 മണ്ഡലങ്ങളിലെ അനിശ്ചിതത്വം നിലനിന്നത്. വയനാടിനെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റിയാണ് 4 മണ്ഡലങ്ങളിൽ സമവാക്യത്തിലെത്താൻ കഴിയാതിരുന്നത്. എന്നിട്ട് സിദ്ദിഖ് അവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ എത്തുന്നു, പ്രചരണ രംഗത്തെത്തുന്നു. അതിനും എല്ലാം അട്ടിമറിച്ചുകൊണ്ട് AICC അധ്യക്ഷൻ ഇവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത പരക്കെ വലിയ ചർച്ചയാകുന്നു. അതിന്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഇവിടെ ഇടതുമുന്നണി ഒരു 2ാം ഘട്ട പ്രചരണമൊക്കെ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതല്ലാതെ ഇതിനെ ഓവർകം ചെയ്യാൻ മറ്റൊരു മാർഗമില്ല എന്ന തിരിച്ചറിവിലായിരിക്കുമോ? മറ്റെന്തെങ്കിലും സാധ്യതകളാണോ ഭാസുരേന്ദ്രബാബു നോക്കിക്കാണുന്നത്? നമുക്ക് അത് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞോളാം. UPAയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് നമുക്കറിയാവുന്ന മാതിരി ജനാധിപത്യ സൈഡിൽ നിൽക്കുന്നത് BJPക്കെതിരെ. ആ UPAയുടെ പ്രധാന കക്ഷി കോൺഗ്രസും അതിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായിരിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് അതേമാതിരി തന്നെ അദ്ദേഹം ഏറ്റവും പാർലമെന്ററി രംഗത്തും ഏറ്റവും ഉന്നതനായ നേതാവായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ജയിച്ചു വരുന്ന പക്ഷം അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആളുകളിൽ ഒരാളാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസിന് അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിക്കേണ്ടതുണ്ട്. അതും തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം അമേത്തിയിൽ മത്സരിച്ചാൽ ശ്രീ GV ഹരി പറഞ്ഞതുമാതിരി ക്ഷിപ്രമായൊരു വിജയം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. വിജയിക്കും, പക്ഷേ വലിയ വലിയ സംഘർഷങ്ങളും അതേമാതിരി അനിശ്ചിതത്വങ്ങളും അതിനെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. കാരണം അമേത്തിയിൽ ആദ്യമായി സ്മൃതി ഇറാനി വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പറഞ്ഞ കാലത്ത് GV പറഞ്ഞത് ശരിയാണ്. ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നെയാണ് 1,07,000 വോട്ട്. അതെ, അപ്പൊ 1,08,000 വോട്ട് വെച്ചോ. ഈ 1,08,000 വലിയ ഭൂരിപക്ഷമാണ്, ശരിയാണ്. പക്ഷേ അതിനു മുമ്പ് കിട്ടിയത് 4 ലക്ഷമാണ്. അങ്ങനെ വരുമ്പോൾ അത് ചെറിയ ഭൂരിപക്ഷവുമാണ്. അതിനുശേഷം യുപിയിൽ വളരെയധികം വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സ്മൃതി ഇറാനി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന മാതിരി കഴിഞ്ഞ തവണ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, 1 മാസമോ മറ്റോ ആയുള്ളൂ, അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പം അദ്ദേഹം ആ വേദിയിലേക്ക് അവിടുത്തെ MP രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചത് പോലുമില്ല. അതേസമയം സ്മൃതി ഇറാനി അവിടെ വരികയും ചെയ്തു. രാഹുൽ ഗാന്ധി ആയിരിക്കില്ല, സ്മൃതി ആയിരിക്കും ഇനി നിങ്ങളുടെ പ്രതിനിധി എന്ന് വരെ സംസാരിക്കുന്ന ഒരു നിലവാരം താണ പ്രസംഗമാണ് അവിടെ നരേന്ദ്രമോദി നടത്തിയത്. വളരെ കൺസേർട്ടഡ് ആയ ഒരു ശ്രമമാണ് ആ മണ്ഡലത്തിന് വേണ്ടി മോദിയും കൂട്ടരും നടത്തുന്നത്. ആനന്ദ്, നാം അത് കാണണം. അങ്ങനെ വരുമ്പം ഒരു ഉൾഭയം വരും. പിന്നെ മോദി, BJP തുടങ്ങിയ ഫാക്ടറുകൾ, പുരുഷോത്തമൻ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം കൂടി അറിയുന്ന തരത്തിലാണ് ഞാൻ പറയുന്നത്. അവരുടെ വളരെ നിഗൂഢമാണ് അവരുടെ രീതികൾ. അവർക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും നൽകിക്കൊണ്ടല്ല അവർ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. കർഷകർക്ക് പോലും ഈ അവസാനത്തെ ബഡ്ജറ്റ് വരുന്നത് വരെ പുല്ലും കൊടുക്കാത്ത നേതാവാണ് നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം. അപ്പൊ ജനകീയ താല്പര്യങ്ങളല്ല, മറ്റു ചില പടക്കങ്ങളാണ് അവർ നോക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്മൃതി ഇറാനിയെ നിർത്തി
മത്സരിപ്പിച്ച് ജയിച്ചു കളയാം രാഹുൽ ഗാന്ധിയെ എന്ന് വിചാരിക്കുമ്പോൾ കൃത്യമായും വലിയ ശക്തമായ മാനിപ്പുലേഷൻസ് അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. BJP അറിയുന്നവർ ഏതൊക്കെ മാനിപ്പുലേറ്റീവ് എൻസിലേക്ക് പോലും അവർ പോകും എന്ന് തിരിച്ചറിയുന്നവരാണ്. അതും രാഹുലിന് അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കുക എന്നത് വ്യക്തം. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു മണ്ഡലം കൂടി മത്സരിക്കേണ്ടതായി വരും. മുമ്പ് മോഡി ചെയ്തതാണ്. അങ്ങനെ മറ്റൊരു മണ്ഡലം കൂടി മത്സരിക്കേണ്ടതായി വരുമ്പോൾ ഇപ്പോൾ വിചാരിക്കുന്ന മാതിരി അല്ല കാര്യങ്ങൾ നടന്നത്. 4-5 ദിവസം മുമ്പ് കേരളത്തിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ഒരു ഭംഗിവാക്ക് പറഞ്ഞു. ശരിയാണ്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നാണ് പത്രപ്രവർത്തകരുടെ പിന്നാമ്പുറം കണ്ടെത്തിയിരിക്കുന്നത്. ദില്ലിയിൽ രാഹുൽ തന്നെയാണത്രേ ആ ആഗ്രഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ ആവശ്യവുമായി ബന്ധിപ്പിച്ചാണ് വരുന്നതെങ്കിൽ കൃത്യമായും അതിനൊരു ലക്ഷ്യമുണ്ട്. ജയിച്ചേ അടങ്ങൂ എന്ന നിലയ്ക്ക്. എന്തുകൊണ്ട് അദ്ദേഹം കേരളം തെരഞ്ഞെടുത്തു? അത് നമുക്ക് ഈ ചർച്ചയുടെ ഘട്ടത്തിൽ പരിശോധിക്കാവുന്നതാണ്. അതും കേരളത്തിന് അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. രാഹുൽ ഗാന്ധി ഒരു പരാജയ ഭീതി കൊണ്ടോ അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന ഭയം കൊണ്ടോ അനിശ്ചിതത്തിലായ അവസ്ഥ കൊണ്ടോ ആണ് ഇപ്പോൾ രണ്ടാമതൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്, അത് കേരളത്തിലാക്കുന്നതും. തീർച്ചയായും ഭാസുരേന്ദ്ര ബാബു, താങ്കൾ പറഞ്ഞു വെച്ചതിൽ ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. നമ്മൾ വരുന്ന ഘട്ടത്തിൽ അത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം KPCCയുടെ ആവശ്യമായിരുന്നോ, ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞതാണോ എന്നൊരു പ്രസക്തമായ ചോദ്യം ഇതിനോടകം ഉയരുന്നുണ്ട്. മറ്റൊന്ന്, BJPക്കെതിരായ, മോദിക്കെതിരായ തെരഞ്ഞെടുപ്പാണ് ഇതെന്ന നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇതെന്ന ക്യാമ്പയിൻ വലിയ അർത്ഥത്തിൽ രാജ്യത്ത് ഉയർന്നും കഴിഞ്ഞിട്ടുണ്ട്. അവിടെ BJPക്കെതിരായ നിർണായകമായ ഒരു മത്സരത്തിനെ ലീഡ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് ആകില്ലേ എന്ന ചോദ്യവും ഇതിനോടകം വളരെ ഗൗരവത്തോടെ ഉയർന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി പരിശോധിക്കാം. ഇപ്പോൾ പുരുഷോത്തമൻ കൂടി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, BJP നേതാവ്. പുരുഷോത്തമൻ, എങ്ങനെ കാണുന്നു ഈ തീരുമാനത്തെ? രാജ്യം അറിയപ്പെടുന്ന ഒരു നേതാവാണ്, AICCയുടെ അധ്യക്ഷനാണ്. കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നു അദ്ദേഹം എന്ന് പറയുന്നു. വയനാടാണ് തെരഞ്ഞെടുക്കുന്നത് മത്സരിക്കാൻ. പുരുഷോത്തമൻ. ആനന്ദ്, ഇത് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലാണ് കേരളത്തിൽ നടന്നിട്ടുള്ള വയനാട്ടിൽ നടക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാഴ്ച മുമ്പാണ് KC വേണുഗോപാലിനും AP അനിൽകുമാറും ഹൈബീഡിനുമെതിരെ സരിത സോളാർ കേസിൽ FIR ഫയൽ ചെയ്തിട്ടുള്ളത്. ആലപ്പുഴയിൽ മത്സരിച്ചാൽ ഏതായാലും ഞാൻ തോക്കും, അതുകൊണ്ട് വയനാട് വേണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ സമയത്ത് FIR കുത്തിപ്പൊക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പങ്കുണ്ട് എന്നുറച്ചു വിശ്വസിക്കുന്ന KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായി ഇപ്പോൾ വിലസുന്ന KC വേണുഗോപാൽ വയനാട്ടിലെ സീറ്റും മത്സരിച്ചാൽ കിട്ടില്ല, അതുപോലെ മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ സരിത കേസ്, സോളാർ കേസ് ഉടൽ കൊണ്ടുവരും എന്നും, അതുപോലെ തന്നെ പിണറായി വിജയനെ മധുരമായ ഒരു പകരം വീട്ടൽ എന്ന രീതിയിൽ KC വേണുഗോപാൽ കണ്ട് ഒരു വശത്ത്. രണ്ടാമത്തെ കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, സിദ്ദിഖ് ഉമ്മൻചാണ്ടിയുടെ മാനസപുത്രനാണ്. അവിടെ സിദ്ദിഖിനെ ഏതെങ്കിലും വിധത്തിൽ അവിടെ മത്സരിപ്പിക്കണമെന്ന് ഇപ്പം പ്രചരണം തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ സിദ്ദിഖിനെ വെട്ടാനും പറ്റും, എനിക്കുള്ള കിട്ടിയില്ല എന്ന രീതിയിലാണ് ഇപ്പം ഈ അവിടുത്തെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അമേത്തിയിൽ കഴിഞ്ഞ രാജ്യത്തെ 1,00,000-ൽ പരം വോട്ടിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചെന്ന് പറയുന്നത് ഇപ്രാവശ്യം അത്ര എളുപ്പമല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോ പറഞ്ഞു, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ വയനാട്ടിൽ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പം ഇത് ഒരു വശത്ത് അവിടെ അമേത്തിയിൽ തോക്കുമെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി ആഗ്രഹം പ്രകടിപ്പിച്ച് കേരളത്തിൽ എവിടെ നിന്ന് മത്സരിക്കാൻ പറ്റുക? ഇതൊരു വരം പോലെ, KC വേണുഗോപാലിന് വരം പോലെ. അത് ഉമ്മൻചാണ്ടിയെ വെട്ടാനും പറ്റും, സിദ്ദിഖിനെ മാറ്റാനും പറ്റും, എനിക്ക് കിട്ടിയുമില്ല അവിടെ സിദ്ദിഖിനെ വെട്ടാനും പറ്റും, രാഹുൽ ഗാന്ധി അവിടെ ഡോമിനേറ്റ് ചെയ്യാം. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചത് ഉത്തരേന്ത്യയിൽ നരേന്ദ്രമോദിയൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു തരംഗം പോലെ ഇങ്ങ് താഴോട്ട് ഇന്ത്യയുടെ തെക്കുഭാഗത്തേക്ക് വന്ന് രാജ്യത്തിന്റെ തന്നെ പ്രധാനിയായ ഒരു നേതാവെന്ന നിലയിൽ ആ തരംഗം പിടിച്ചെടുത്തുകൊണ്ട് എങ്ങനെയും ജയിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള ഏറ്റവും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം.
അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിനെന്തു മാർഗവും പ്രയോഗിക്കുമെന്നാണ്. അതുകൊണ്ടാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ടി സിദ്ദിഖൊക്കെ പ്രചരണ രംഗത്ത് ഇറങ്ങി കഴിഞ്ഞതിനു ശേഷവും ഇപ്പോൾ ഈ പ്രഖ്യാപനം വരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളാകെ ഈ ചർച്ച ചെയ്യുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇതിനെ സംബന്ധിച്ച പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു. താങ്കൾ കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ BJP കരുതുന്നുണ്ടോ, ഒരു ബദൽ തരംഗമായി ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു BJP വിരുദ്ധ മോദി വിരുദ്ധ തരംഗത്തിനുള്ള സാധ്യത ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണെങ്കിൽ, ഇതുവരെയും അതും സ്ഥിരീകരിച്ചിട്ടില്ല, അത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അങ്ങനെ കരുതുന്നുണ്ടോ പുരുഷോത്തമൻ? ഇത് നോസ്ട്രഡാമസ് പറഞ്ഞിട്ടുള്ള പ്രചരണം പോലെ അല്ല, ഒരു സൂത്സേർ പറഞ്ഞിട്ടുള്ളത് പോലെ ദക്ഷിണേന്ത്യയിൽ നിന്നൊരു വരദാനം പോലെ രാഹുൽ ഗാന്ധി വരാനൊന്നും പോകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ പേരൊന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ട് പോലും ഉണ്ടായിട്ടില്ല. അവിടെ ഈ പറഞ്ഞ കാര്യം അവിടെ നടക്കുന്നത്, രാഹുൽ ഗാന്ധി ആഗ്രഹം പഠിപ്പിച്ചു, അതുപോലെ തന്നെ പിന്നെ KC വേണുഗോപാൽ, അതുപോലെ KC വേണുഗോപാലിൻ്റെ തന്ത്രം അവിടെ ആവിഷ്കരിക്കാൻ പറ്റി, നടപ്പിലാക്കാൻ പറ്റി. അതാണ് നടന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ ഈ ഇപ്പം യെച്ചൂരി ബംഗാൾ ഘടകം, CPM-ന്റെ ബംഗാൾ ഘടകം അവിടെ പ്രചരണത്തിന് വേണ്ടി പോകാൻ പിടിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഇനി യെച്ചൂരിക്ക് അവിടെ പ്രസംഗിക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിക്കോട്ട് പ്രചരണത്തിന് വരാൻ പറ്റുമോ? അങ്ങനെ കീറാമുട്ടികളുടെ ഒരു ഭണ്ഡാകാരമായിട്ട് വയനാട് മാറാൻ പോവുകയാണ്. ഇതിനകത്ത് BJPയെ വലിച്ചടക്കേണ്ട യാതൊരു കാര്യമില്ല. കേന്ദ്രത്തിൽ BJP വരുമെന്നുള്ള വിരളി പിടിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പം തമ്മിലടിയാണ്. CPM-ഉം ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസ് തമ്മിൽ തമ്മിലടിയാണെന്നുള്ള വളരെ വ്യക്തമായി മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. താങ്കളുടെ നിരീക്ഷണം ഈ ഘട്ടത്തിൽ വ്യക്തമാണ്. ഞാനത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾക്ക് മുന്നിൽ വയ്ക്കാം. ഞാൻ ജെയ്ക് സി തോമസിലേക്ക് കൂടി പോവുകയാണ്. ജെയ്ക്, ചെറിയൊരു യാത്രാ തടസ്സം ഉണ്ടായിരുന്നതുകൊണ്ട് ചർച്ചയിൽ വൈകിയാണ് ചേർന്നത്. ജെയ്ക്കിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അതായത് ടി സിദ്ദിഖ് പ്രചരണ രംഗത്ത് ഇറങ്ങിയതിനു ശേഷം ഇങ്ങനെ ഒരു വയനാടൻ ട്വിസ്റ്റ് എന്തിനായിരുന്നു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ, എങ്ങനെയും വിജയം, അതാണ് കോൺഗ്രസിന്റെ മുന്നിലെ ലക്ഷ്യം. അതിന് എന്തു വഴിയും എന്തു മാർഗവും തിരഞ്ഞെടുക്കുക എന്നല്ലാതെ കോൺഗ്രസിന് മുന്നിൽ മറ്റ് വഴികളൊന്നും ഇല്ല എന്ന് പറയുന്നു. ഒപ്പം ഇപ്പോൾ BJPയുടെ പ്രതിനിധി അമേഠിയിലെ പരാജയ ഭീതി പറയുന്നു. കോൺഗ്രസിന്റെ നേതാവ് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ഒരു ലീഡ് നേടിക്കൊണ്ട് ഒരു തരംഗം സൃഷ്ടിക്കുക എന്ന ചരിത്രം ഇന്ത്യയിൽ എഴുതി ചേർക്കും എന്നും പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ ആശങ്കകളോടുകൂടി നിൽക്കുന്നു. അവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു, ഒട്ടും ശരിയല്ലാത്ത ഒരു രാഷ്ട്രീയ സന്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു എന്നും. എങ്ങനെയാണ് ജെയ്ക്ക് ഇങ്ങനെ ഒരു ഘട്ടത്തെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് ജെയ്ക്ക്? രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനാനന്തരം യഥാർത്ഥത്തിൽ ഏറ്റവും ഋജുവായ കമന്റ് പ്രതികരണം വന്നത് കേരള മുഖ്യമന്ത്രിയിൽ നിന്നാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതാണ് അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പോയിന്റ്. എന്തുതരം സന്ദേശമാണ് കോൺഗ്രസ് അവരുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റും രാജ്യത്തെ ഏറ്റവും സുപ്രധാന മുഖവും അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ വയനാട് പോലെയുള്ളൊരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് നൽകാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ്? ഇവിടെ വാദത്തിനെങ്കിലും ഇടതുപക്ഷത്തുമായിട്ടുള്ള സംവാദങ്ങൾ കോൺഗ്രസ്സുകാർ പറയാറുണ്ട്, നിങ്ങൾ ദേശീയ തലത്തിൽ ഞങ്ങൾക്കൊരു ശത്രുവല്ല, ഞങ്ങളും സംഘപരിവാരവും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ കേരളത്തിലും പേരിലും ത്രിപുരയിലും ബംഗാളിലും മാത്രമുള്ള നിങ്ങൾ ഞങ്ങൾക്കൊരു ഇരയല്ല, നിങ്ങൾക്ക് ഈ കളിയിൽ കാര്യമില്ല, പൂച്ചയ്ക്ക് എന്ത് പുഞ്ചിരിക്കുന്നിടത്ത് കാര്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ആദ്യ കോൺഗ്രസിനെ തിരുത്തേണ്ടതായി വരുന്നു. രാജ്യത്ത് RSSുമായിട്ടുള്ള മത്സരത്തിൽ നിന്ന് ഒളിച്ചോടുന്ന കോൺഗ്രസ് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ്? രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ UP വിൽ ഡിസൈഡ് വാട്ട് ഇന്ത്യ വിൽ ബി എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഒരു കാലത്തെ മുദ്രാവാക്യം. ആ UPയിലെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിലൂടെ കോൺഗ്രസ് നൽകിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സന്ദേശത്തിൽ നിന്ന് ഒളിച്ചോടി മുഖ്യധാര ഇടതുപക്ഷവുമായി മുഖാമുഖം മത്സരം വരുന്ന കേരളത്തിലെ വയനാട് ജില്ലയിൽ വന്ന് മത്സരം നടത്തുന്നതിലൂടെ കോൺഗ്രസ് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം. ഒരു നിമിഷം തരുമെങ്കിൽ ഞാൻ ആ ചോദ്യം വരുന്ന വേളകളിൽ അല്ലെങ്കിൽ വരുന്ന സമയത്ത് ഉപയോഗിക്കാമെന്ന് കരുതിയതാണ്. എങ്കിലും അത് പ്രസക്തമായി വീണ്ടും അതിങ്ങനെ ഓരോ അതിഥികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അതിനൊരു ക്ലിയറൻസ് വേണം. ഞാൻ അത് GV ഹരിക്ക് മുന്നിൽ വയ്ക്കുകയാണ്. GV ഹരി, ഇത് നരേന്ദ്രമോദിക്കെതിരായ BJPക്കെതിരായ നിർണായകമായ തെരഞ്ഞെടുപ്പാണെങ്കിൽ ആ വിജയം അങ്ങനെ ഒരു മണ്ഡലത്തിൽ വിജയിച്ച് നടന്നു കയറുന്ന രാഹുൽ ഗാന്ധിക്കായിരിക്കുമോ? ഈ വയനാട്ടിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരം നിയന്ത്രിക്കുന്ന ആളിനായിരിക്കുമോ അതിന്റെ ഒരു പ്രൗഢ ഗംഭീരമായ സ്വഭാവം ഉണ്ടാവുക? GV ഹരി.
ഇവിടെ നമ്മൾ ഈ ഇടതുപക്ഷത്തിനോടാണെന്നുള്ള ആരാ പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരി, ഇടതുപക്ഷത്തിന് വിടുന്നു. ഇവിടെ ശരി, ഞാൻ ക്ലാരിഫൈ ചെയ്യാം. BJP-ക്കെതിരായ നിർണായകമായ തെരഞ്ഞെടുപ്പാണെങ്കിൽ അങ്ങനെ ഒരു മണ്ഡലത്തിൽ അതിനെ അതിജീവിച്ചു കൊണ്ടുവരുന്ന ആ നേതാവിനെ പ്രധാനമന്ത്രിയായി ചൂണ്ടിക്കാണിക്കുന്നതിന്റെ സാങ്കത്യം അതിനെക്കുറിച്ച് പറയും. ഈ അമേഠിയിൽ അദ്ദേഹം മത്സരിക്കാതിരിക്കൽ ഇവിടെ മാത്രമല്ല, അത് കൃത്യമായിട്ട് കാണണ്ടേ നമ്മള്. അമേഠിയിൽ അദ്ദേഹം സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കുന്നു, BJP-ക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നേതാവിനെതിരെ മത്സരിക്കുന്നു. കേരളത്തിൽ ഒരേ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെതിരെ CPM നിന്നാലും BJP നിന്നാലും മത്സരത്തിൽ മത്സരിച്ച് വിജയിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കൂട്ടുകെട്ടൊന്നുമല്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. നിങ്ങൾക്കും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള അവസരങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജയിക്ക് പറഞ്ഞതിനോട് എനിക്കൊരു ജയിക്കിനോട് ചോദിക്കാനൊരു കാര്യം, ഞങ്ങൾ സിനിമാ താരങ്ങളെയോ മുതലാളിമാരെയോ അല്ലല്ലോ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് ഞങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഏറ്റവും വലിയ സന്ദേശമെന്ന്. ഈ കേരളത്തിൽ ഈ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ജയസാധ്യത ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന മണ്ഡലങ്ങളിൽ പോലും നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ അല്ല നിങ്ങൾ മത്സരിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയം പറയാൻ എന്താ അവകാശം? അപ്പൊ അതുകൊണ്ട് ഈ ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കുന്നു. നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നു സ്ഥാനാർത്ഥിയെക്കുറിച്ച് മോശമായിട്ട് പറയരുത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങളുടെ നേതാക്കന്മാരോട് പറയുന്നു. അതോടൊപ്പം മുതലാളിയാണ് ഒരു സ്ഥലത്ത് മത്സരിക്കുന്ന ആളുകൾ പറയുന്നു. എന്തിനാണ്? അപ്പൊ ഇത്തരത്തിലല്ല, ഞങ്ങളതല്ല ചെയ്തത്. ഞങ്ങൾ വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് ചെയ്തത്. അതാണ് രാഷ്ട്രീയം. ഇതിലെ രാഷ്ട്രീയമാണ് ജയിക്ക് തിരിച്ചറിയേണ്ടത് ആദ്യം. അതായത് എവിടെയാണെങ്കിലും, അത് ഉത്തരേന്ത്യയിലാണെങ്കിലും അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിലും നമുക്ക് സൗത്തും നോർത്തും ഒരേ തലത്തിൽ ഇന്ത്യ എന്ന ഒറ്റ സങ്കല്പത്തിലൂടെ ജയിക്ക് ഉന്നയിച്ച ആശങ്കയ്ക്ക് പരിഹാരമുള്ള മറുപടിയാണോ ജയിക്ക് ഈ പറഞ്ഞത് GV ഹരി? ഒന്നുമല്ല. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു നിങ്ങൾ ചാലക്കുടിയിൽ ഇന്നസെന്റിനെ മത്സരിപ്പിച്ചില്ലേന്ന്. കോൺഗ്രസ് മത്സരിപ്പിച്ച രാഷ്ട്രീയവുമായി പശ്ചാത്തലത്തിൽ യാതൊരു വിധത്തിൽ ബന്ധമില്ലാത്ത ഒരു 100,000 പേരുടെ ലിസ്റ്റ് വേണമെങ്കിൽ നൽകാം. അങ്ങനെ ചരിത്രത്തിന്റെ ഉദാഹരണത്തിലേക്ക് പോയി ചർച്ചയുടെ കാമ്പ് നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമാണ് നവജോത് സിംഗ് സിദ്ധു ആരായിരുന്നു? സിദ്ധുവിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ളത്? ഞാൻ അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൂടെ ഊന്നി ഈ മറുപടി അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച സിനിമാ താരങ്ങൾ, സാഹിത്യകാരന്മാർ, അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ. ആ മേഖലയിലേക്ക് പോകണ്ട. ജയ്ക്ക് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കൂ. ജയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പറയാൻ ഉദ്ദേശിച്ച ആ രാഷ്ട്രീയ സന്ദേശം എന്താണ്? ഒപ്പം BJP എന്ന ബദലിനോട് മത്സരിച്ച് ജയിക്കാൻ രാഹുൽ ഗാന്ധി മടി കാണിക്കുന്നുണ്ട് എന്ന ആരോപണം അതിൽ കൃത്യമായി ഉറച്ചു നിൽക്കുന്നു ജയ്ക്ക് ഈ ഹരി സൂചിപ്പിച്ച മറുപടിക്കും അപ്പുറത്ത്? ഇല്ല, അദ്ദേഹത്തിന് കൃത്യമായി മറുപടി അദ്ദേഹം സൂചിപ്പിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഇന്നസെന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മറുപടി ഡൈല്യൂട്ട് ചെയ്യാണ്. വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് കോൺഗ്രസ് വയനാട്ടിൽ ഇരട്ട മണ്ഡലങ്ങളൊക്കെ മത്സരിക്കാനുള്ള അവകാശത്തെയൊക്കെ മാനിക്കുന്നു. പക്ഷെ വയനാട് മത്സരത്തിലൂടെ കോൺഗ്രസ് അർത്ഥസംഖ്യകൾക്കിടയില്ലാതെ വണ്ണം നൽകിയ സന്ദേശം എന്താണ്? BJPക്ക് ബദലാകാൻ കോൺഗ്രസിന് കഴിവില്ല എന്നത് മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മറ്റ് മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ജയസാധ്യതയില്ല, പേരിലെങ്കിലും ജയസാധ്യതയുണ്ട് എന്ന് കോൺഗ്രസുകാർ മാത്രം അവകാശപ്പെടുന്ന ഒരു മണ്ഡലം കേരളത്തിലെ വയനാടാണ് എന്ന് അറിയാതെ വിളിച്ചു പറയുന്നില്ലേ? നിങ്ങൾക്ക് സുരക്ഷിതമായ മണ്ഡലങ്ങൾ വേറെ സ്ഥലത്തില്ലേ? എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഒതുങ്ങേണ്ടതായി വരുന്നു? ആ സന്ദേശം നൽകുന്നത് എന്താ? ഞങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ പ്രധാനപ്പെട്ട ഹിന്ദി ബെൽറ്റുകളിൽ മത്സരിച്ച് കടുത്ത ഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിച്ച് രാജ്യത്ത് ഒരു RSS ഇതര സർക്കാർ ഉണ്ടാക്കാനുള്ള നേതൃത്വം തങ്ങൾക്കില്ല എന്ന് കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ വ്യക്തമാക്കുക. ഇവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇറങ്ങി, അദ്ദേഹത്തിന്റെ ചുവരെഴുത്തും ബോർഡുകളും വന്നു, അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങി, എന്നിട്ട് ആ സ്ഥാനാർത്ഥിയോട് തിരികെ ഗാലറിയിൽ കയറിയിരിക്കാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ I ഗ്രൂപ്പ് വ്യത്യസ്തമായി യോഗം ചേരുന്നു. ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശാനുസരണമാണ് സിദ്ദിഖ് സ്ഥാനാർത്ഥിയായെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനോട് കടുത്ത പ്രതിഷേധം രേഖപ്പെടുന്ന കേരളത്തിൽ മറ്റൊരു ഗ്രൂപ്പ് യോഗം ചേരുന്നു. ആ ഗ്രൂപ്പ് ഇതര കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തത മാധ്യമങ്ങൾ പറയുന്ന KC വേണുഗോപാൽ മുഖാന്തരം പുതിയ രാഷ്ട്രീയ തന്ത്രത്തിലൂടെ പുതിയൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വയനാട്ടേക്ക് വരുന്നു. ഇതൊക്കെ നൽകുന്ന തെരഞ്ഞെടുപ്പ് സന്ദേശം എന്താ? രാജ്യം ഒറ്റക്കെട്ടായി വർഗീയതയ്ക്കെതിരെ ഒരു മതനിരപേക്ഷ സർക്കാരിനായി കാംക്ഷിക്കുമ്പോൾ ആ രാഷ്ട്രീയ ദൗത്യം നിർദ്ദയമാംവിധം തകർത്തെറിയുന്ന, അതിൽ നിന്ന് ഒളിച്ചോടുന്ന കോൺഗ്രസിന് അതിന്റെ പരമാധ്യക്ഷതയാണ് ഇപ്പോൾ ധൈര്യമാംവിധം കാണാൻ വേണ്ടി കഴിയുന്നത്. ശരി ജയ്ക്ക്, ഏതായാലും ഈ ഘട്ടത്തിൽ ആ നിരീക്ഷണം വ്യക്തമാണ്. ഭാസുരേന്ദ്രബാബു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേഠിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അത് വർഗീയമായോ അല്ലെങ്കിൽ ജാതി മത സമവാക്യങ്ങളിലോ ഒക്കെ വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു. അവിടെ ഭാസുരേന്ദ്രബാബു തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിന്റെ ഭൂരിപക്ഷം തന്നെ കുറഞ്ഞാൽ തന്നെ അതൊരു വലിയ പ്രാധാന്യവും ചർച്ചയും ഒക്കെയായി മാറും. പക്ഷേ GV ഹരി സൂചിപ്പിക്കുന്നത് അവിടെയും അദ്ദേഹം മത്സരിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ വയനാട് മാത്രമായി തെരഞ്ഞെടുത്ത് മാറി നിൽക്കുന്നില്ലല്ലോ, അമേഠിയിൽ മത്സരിക്കുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ ചോദ്യം വീണ്ടും പ്രസക്തമാവുക ഭാസുരേന്ദ്രബാബു? അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉന്നയിച്ചതാണ് ഏറ്റവും പ്രധാനമായ ഒരു സന്ദേശമെന്ന് ജയ്ക്ക് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെയാണോ ഒരു രാഷ്ട്രീയ സന്ദേശം തെറ്റായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരിക്കുന്നതിന് കോൺഗ്രസ് കാരണമാകുന്നു എന്ന സന്ദേശം
അതിനെങ്ങനെയാണ് ഭാസുരേന്ദ്ര ബാബു ഈ ഘട്ടത്തിൽ വിലയിരുത്തുക? ജയിക്ക് പറഞ്ഞത് CM-ന്റെ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ നിലപാടാണ്. ആ നിലപാട് തെരഞ്ഞെടുപ്പിന്റെ ആസന്നതയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടാണ്, ശരിയുമാണ്. പക്ഷേ കേരളത്തിന്റെ 20 മണ്ഡലങ്ങളും എടുക്കുക, എവിടെയെങ്കിലും BJP-ക്കെതിരെ മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? കഴിയില്ല. എവിടെയും BJP പ്രധാന ശത്രു അല്ല ജയിക്ക് ഇവിടെ. എന്നിട്ടും അദ്ദേഹം കേരളത്തിലേക്ക് എന്തുകൊണ്ട് വരുന്നു? എവിടെ അല്ല, BJP സ്ഥാനാർത്ഥിയുടെ അല്ല, പിന്നെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ BJP ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ സാഹചര്യത്തിൽ എന്ന് മാത്രമേ ഞാൻ മനസ്സിലായില്ല. എവിടെയും BJP ഇത്തവണ ജയിക്കില്ല. ഒരു ആഗ്രഹിക്കുന്നത് അല്ല BJP സാമാന്യ ബുദ്ധി എടുക്കുക. ഇതുവരെ കേരളത്തിൽ ജയിച്ചിട്ടുണ്ടോ? ഇപ്പോഴും മെച്ചപ്പെട്ട കാൻഡിഡേറ്റ് ഇല്ല. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ BJP ജയിക്കുമോ ഇല്ലയോ എന്നറിയാൻ പഴൂർപ്പടിയിൽ പോകണ്ട കേരളത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് ആനന്ദേ, അത് പൂർത്തീകരിച്ചിട്ടില്ല. BJP ജയിക്കുന്ന ഒരു മണ്ഡലവും കേരളത്തിൽ ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ഇടതുപക്ഷവുമായി മാത്രമേ മത്സരിക്കാൻ കഴിയൂ. എന്നിട്ടും എന്തുകൊണ്ട് രാഹുൽ കേരളത്തിലേക്ക് വരുന്നു? ഇവിടെ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് മാതിരി എല്ലാ മണ്ഡലങ്ങളിലും അതൊന്നും പ്രതിഫലിക്കാനേ പോകുന്നില്ല. തീരുമാനിക്കപ്പെട്ട വോട്ടുകളാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് BJP ജയിക്കാത്തത് കേരളത്തിൽ. ആ സാഹചര്യത്തിൽ അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്, അതിനൊരു കാരണം മധ്യപ്രദേശിൽ നിൽക്കാലോ അദ്ദേഹത്തിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉറച്ച മണ്ഡലമായി കാണുന്നില്ല. അതിന് കാരണം BJP-ക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലവും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കുന്നതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. കർണാടകത്തിൽ നിൽക്കാൻ പറ്റുമോ? ദക്ഷിണേന്ത്യ കർണാടകം ഉണ്ടല്ലോ. കർണാടകത്തിൽ നിന്നാലേ ആരെ വിശ്വസിച്ച് നിൽക്കും? കോൺഗ്രസ്സുകാരെ എങ്ങനെ വിശ്വസിക്കും? ഇത്തവണ 2 ഘട്ടം സീറ്റുകൾ പ്രഖ്യാപിച്ചല്ലോ BJP. അതിൽ ഭൂരിഭാഗവും സീറ്റുകളും മുൻ കോൺഗ്രസ്സുകാർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതായത് പറയുന്നത് പോലെ മോദി തരംഗത്തിനും അപ്പുറത്തേക്ക് കോൺഗ്രസിനെ തന്നെ ഭയക്കുന്നു എന്നാണോ? അല്ല, ഭയക്കുന്നു എന്നുള്ളതല്ല, ഉറപ്പില്ല, ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് നോക്കൂ, കേരളത്തിന് കിട്ടുന്ന ഒരു വലിയ കോംപ്ലിമെന്റ് ആണിത്. ഈ സഖ്യനിപ്പുറത്തുള്ള സ്ഥലം BJP മുക്തമായിരിക്കുന്നു. വെറുതെ പറഞ്ഞിട്ട് മുക്തമാക്കിയതല്ല, അടിസ്ഥാന രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായി കേരളം BJP മുക്തമാകുന്ന ഒരു ഭാവുകത്വം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അവിടെ മാത്രമേ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാവിന് പോലും വിശ്വസിച്ചാശ്രയിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു കോംപ്ലിമെന്റാണ്. ഏറ്റവും ഉന്നതനായ നേതാവിന്റെ പ്രശ്നമാണ്. അതാണ് പ്രധാനമായി ഞാൻ കാണുന്നത് ഇവിടെ. അത് വേറൊരു സ്ഥലം കണ്ടുപിടിക്കാൻ അങ്ങർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കർണാടകത്തിൽ ഭരിക്കുന്ന കോൺഗ്രസ്സുകാർ ഭരിക്കുന്നു. അതുമാതിരി വേണമെങ്കിൽ ആന്ധ്രയിൽ ഒരു ഭാഗം, ആന്ധ്രയിൽ നമുക്ക് നായിഡുവിന്റെ പിന്തുണ ജയിക്കാമല്ലോ ഒരാൾക്ക്. പക്ഷേ വിശ്വാസം പോരാതിരിക്കുന്നത് BJP അവിടെയൊക്കെ അവരുടെ എല്ലാ നിലവാരത്തിലുള്ള ഈ ഇടനാഴികളും പടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രാഹുലിനെ തോൽപ്പിക്കുക എന്നത് ഒരു ആജീവനാന്ത ഉദ്ദേശമാണ് BJP-യുടെ. രാഹുലാണ് സ്പിയർ ഹെഡ്. ഇപ്പൊ രാഹുലിനെ തോൽപ്പിച്ചാൽ പ്രതിപക്ഷത്തെ തോൽപ്പിച്ചതിന് തുല്യമായി BJP-ക്ക് പ്രഖ്യാപിക്കാം. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ കണ്ടെത്തിയ ഏക സംസ്ഥാനം കേരളവും മലയാളികളുമാണെങ്കിൽ അത് മലയാളം ഇതുവരെ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച BJP, ആ തോൽപ്പിച്ച അവസ്ഥയ്ക്ക് കിട്ടിയ ഏറ്റവും ഉന്നതനായ കോൺഗ്രസ് നേതാവിന്റെ നിന്നുള്ള കോംപ്ലിമെന്റാണ്. അതാണ് നാം കാണേണ്ടത്. GV ഹരി, അവിടെയാണ് ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഭയം എവിടെയോ AICC അധ്യക്ഷനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് കേരളത്തിലേക്കുള്ള നേരെയുള്ള യാത്രയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനോടകം പല നിലയിലും അങ്ങനെ ചില നിരീക്ഷണങ്ങൾ വന്നിട്ടുമുണ്ട്. UDF-ന്റെ അല്ലെങ്കിൽ AICC-യുടെ അല്ലെങ്കിൽ UPA-യുടെ ആത്മവിശ്വാസം എവിടെയോ പാളിപ്പോയിട്ടുണ്ട് എന്നും ചില ഭയങ്ങൾ വേട്ടയാടുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി വരെ പ്രചരണ രംഗത്ത് ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു സ്വപ്നതുല്യമായ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നതെന്നും ഒക്കെയുള്ള നിരീക്ഷണങ്ങൾ. അതിനെല്ലാം പാടെ തള്ളിക്കളയുക എളുപ്പമല്ല. എങ്കിലും താങ്കളുടെ മറുപടി എന്താണ്? ഞാൻ പാടെ തന്നെ തള്ളിക്കളി. എന്താ അറിയുന്നറിയോ ആനന്ദ്? അതിന്റെ റീസൺ വളരെ ലളിതമാണ്. എന്താ കാര്യം അറിയോ? ഞങ്ങൾ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ആരെവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇവിടുത്തെ BJP-യോ CPM അല്ല. അത് നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ ആരെ മത്സരിക്കും. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഞങ്ങളുടെ നേതാവിന് ഇവിടെ മത്സരിക്കണമെന്നല്ല. അവിടെയാണ് ഹരി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുക്കണമോ എന്ന്. അല്ല, തീർച്ചയായും ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി GV ഹരി, ഞാൻ പറയാം, ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കോ അല്ലാതെയോ ഒക്കെ മത്സരിച്ചവർക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ നേരത്തെ, നിങ്ങളും പറയുന്നു, ഇടതുമുന്നണിയും പറയുന്നു, ഇത് ഫാസിസത്തിനെതിരായ, മോദിക്കെതിരായ, BJP-ക്കെതിരായ വിജയിച്ചേ മതിയാകൂ എന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട്
കേരളം പോലെ ഇടതുപക്ഷം പ്രധാന എതിരാളിയാകുന്ന സ്ഥലം തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന ചോദ്യം അവിടെയാണ് നേരത്തെ ഞങ്ങളുടെ എതിരാളിയാണെന്ന് കാണുന്നില്ല. വളരെ സിമ്പിളായി പറയണം ആനന്ദ്, ഞാൻ ഇടതുപക്ഷം ഞങ്ങളുടെ എതിരാളിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. തുറന്നു പറയാണ്, റിപ്പീറ്റ് ചെയ്യാണ് ഞാനത്. അതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ചിത്രത്തിലില്ല. നിങ്ങൾ ആകപ്പാടെ 10-16 സീറ്റ് മത്സരിക്കും. ഞങ്ങൾ അതുപോലെ അല്ലല്ലോ. BJP അതുപോലല്ല. അവരും കേരള രാജ്യം മുഴുവൻ മത്സരിക്കുന്നു. ഞങ്ങൾ അവർ രാജ്യത്ത് ഇപ്പൊ ഭരിക്കുന്നു, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നു. നിങ്ങൾ ഈ പറയുന്നതിനോട് അർത്ഥമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത് വിജയിക്കുക എന്നുള്ളത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സാറിന് ചോദിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചോളൂ, എന്തുകൊണ്ട് മധ്യപ്രദേശ് തെരഞ്ഞെടുക്കുന്നില്ല? എന്തുകൊണ്ട് രാജസ്ഥാൻ? അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾ എവിടെ തെരഞ്ഞെടുക്കണം, കർണാടക തെരഞ്ഞെടുക്കണ്ട എന്നുള്ളത് സംസ്ഥാനങ്ങളാണ്. സാർ പറഞ്ഞ പറയാം. ഈ 3 സംസ്ഥാനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ എവിടെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് AICC പ്രസിഡന്റ് ഇവിടെ മത്സരിക്കണോ? ട്രിവാൻഡ്രം മത്സരിക്കണോ? ശശി തരൂർ നാളെ മാറിക്കൊടുക്കും. സ്വയം തെരഞ്ഞെടുക്കാനുള്ള ഒരു ഇഷ്ടം. അതാണ് അല്ല അത് ഒരു സ്വയം തെരഞ്ഞെടുക്കാൻ എന്താ കുഴപ്പം? എന്താ സുരേന്ദ്രബാബു അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ കർണാടക സംബന്ധിച്ച് ഈ രാജ്യത്തെ ഏത് പൗരനും എവിടെയും മത്സരിക്കാം, ഒരു തർക്കവുമില്ല. പക്ഷേ ജോസഫ് ഒക്കെ പറഞ്ഞതുപോലെ കോട്ടയത്ത് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് താങ്കൾ സാധ്യതയുള്ള സ്റ്റേറ്റുകൾ തെരഞ്ഞെടുത്തില്ല? അതിന്റെ ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു. ഞാൻ നേരത്തെ അദ്ദേഹം ഓർക്കാത്തോണ്ടാണ്. വിജയസാധ്യത ഇല്ലാത്തതുകൊണ്ട് കേരളം പോലെ വിജയസാധ്യത എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾക്ക് സൗത്ത് ഒരു പ്രധാനപ്പെട്ട മേഖല. സൗത്ത് എന്ന് പറഞ്ഞാൽ കേരളമായിട്ട് മാത്രം സാറ് കാണല്ലേ. ഈ സൗത്തിനകത്ത് നമുക്ക് കഴിയുന്നത്ര മാക്സിമം സീറ്റുകൾ ഞങ്ങൾക്ക് നേടിയെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായ തോട്ടാണ്, രാഷ്ട്രീയമാണ്. ശരി, അത് വ്യക്തമാണ്. ഒന്ന്, ഈ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇങ്ങോട്ട് പറയുകയായിരുന്നു, KPCC ആവശ്യപ്പെടുകയായിരുന്നു എന്നൊരു ആശങ്ക. അതൊന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് കേട്ടിട്ടുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാലും അങ്ങോട്ട് പറഞ്ഞാലും അത് രണ്ടും പാർട്ടിപരമായിട്ടുള്ള ഉന്നത നേതാക്കന്മാർ തമ്മിലുള്ള കാര്യമാണ്. എനിക്ക് അതിനകത്ത് ഇടപാടില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ചോദ്യത്തിന് ഏതെങ്കിലും കൃത്യമായ മറുപടി ഉണ്ടോ? ഇവിടെ BJP നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് വയനാട് സ്ഥാനാർത്ഥിയായതായി എനിക്കും അറിയില്ല, പുരുഷോത്തമൻ പറയാൻ കഴിയുമെന്നും കരുതുന്നില്ല. LDFന് മത്സരിക്കുന്ന ഒരു എതിരാളിയായി നിങ്ങൾ കണക്കിലെടുക്കുന്നുമില്ല. പിന്നെ ഈ സന്ദേശം എന്താണെന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി ഉണ്ടോ? അതെ, ഹരിയോടാണ്. അതായത് BJPക്കെതിരായ മോദിക്കെതിരായ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മത്സരം നടക്കുന്ന ഇടം തെരഞ്ഞെടുക്കാതെ വയനാട്ടിൽ വരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന സന്ദേശം ഒറ്റ വാക്കിൽ പറയാൻ കഴിയുമോ? വയനാട് ഈസ് വെരി കണക്റ്റഡ് ടു അതർ സൗത്തിന്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ടത് ആണ് ഏറ്റവും അടുത്ത സ്ഥലം. അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട അതിന്റെ ഒരു അങ്ങനെ BJPയെ ലക്ഷ്യം വെക്കുകയാണ്. തീർച്ചയായിട്ടും അതാണ് ജയ്ക്ക് വ്യക്തമാണ്. ഈ മറുപടി കൃത്യമല്ലേ? അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ലക്ഷ്യം വെക്കുകയാണ് കോൺഗ്രസ്. അതായത് കേരളം ഒരു സേഫ് സോൺ ആണ്. ഇവിടെ പ്രത്യേകിച്ച് വയനാട് മുസ്ലിം ലീഗിനൊക്കെ അപ്രമാദിത്വമുള്ള കോൺഗ്രസിനേക്കാളും നിർണായകമായ സാന്നിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ നിന്നുകൊണ്ട് സൗത്ത് ഇന്ത്യയെ കൂടി ലക്ഷ്യം വെക്കുകയാണ്. തമിഴ്നാട്, അതുപോലെ ഇവിടെ നിന്ന് മേളിലേക്ക് പോകുമ്പോൾ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെക്കുന്ന നിലയിലേക്കുള്ളൊരു തന്ത്രപരമായ തീരുമാനമാണത്. ജയ്ക്ക്, 2 തരം മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. അത് ന്യായമാണ്, അത് എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. പക്ഷേ ഞാനും അതേപോലെ തന്നെ വാസുരേന്ദ്രബാബു ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു മർമ്മം, നിങ്ങൾ എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തു? നിങ്ങൾ എന്തുകൊണ്ട് വയനാട് തിരഞ്ഞെടുത്തു? നിങ്ങൾക്ക് രാജ്യ ആകമാനം അഖിലേന്ത്യാ തലത്തിൽ RSS വിരുദ്ധ സമരത്തിന്റെ നായക പരിവേഷം സ്വയം അവകാശപ്പെടുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹിന്ദി ബെൽറ്റിൽ നിന്നുകൊണ്ട് സംഘപരിവാരത്തെ പരാജയപ്പെടുത്തി ആ സമരത്തിന്റെ ഫോർത്ത് സ്ട്രീമിൽ നിൽക്കുവാനുള്ള കരുത്ത് എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായില്ല എന്ന ചോദ്യം ഞങ്ങൾ ഉയർത്തി. അവിടെയാണ് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സൗത്ത് ഇന്ത്യ ലക്ഷ്യമാണ് എന്നൊരു ഭാഗികമായ മറുപടി പറയുന്നു. സൗത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 100, ഇദ്ദേഹത്തിന്റെ മാത്രമല്ല മറ്റു പലരുടെയും പ്രഖ്യാപനങ്ങൾ വാർത്താ രൂപത്തിൽ കാണുകയുണ്ടായി. 100 സീറ്റെങ്കിലും പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞു. സൗത്ത് ഇന്ത്യയിൽ എവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ രാഹുൽ ഗാന്ധിയുടെ വയനാട് സീറ്റിലെ പ്രഖ്യാപനത്തോടുകൂടെ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും അധികം സീറ്റുകൾ നേടാൻ പോകുന്നത്? സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ലോക്സഭാ മണ്ഡലങ്ങളുള്ള സീറ്റാണ് കേരളം. അവിടെയാണ് വീണ്ടും നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്ന മുഖ്യമന്ത്രിയുടെ വിമർശനവും ചോദ്യവും പ്രസക്തമാകുന്നത് അവിടെയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ മത്സരിക്കാൻ കഴിയുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കർണാടകത്തിലും മത്സരിക്കാൻ കഴിയുന്നില്ല? അവിടെയൊക്കെ വ്യത്യസ്തമായി 10ഉം 20ഉം ഇരട്ടി കേരളത്തെക്കാൾ ഉപരിയായിട്ടുള്ള സീറ്റുകളുടെ എണ്ണം കൂടുതലുള്ള സംസ്ഥാനമാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ അംഗബലം കഴിഞ്ഞ ലോക്സഭയിൽ
അതേപോലെ ആന്ധ്രയിലും തെലങ്കാനയിലും കോൺഗ്രസിന്റെ അംഗബലം എത്രയാ? ഞാൻ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യത്തിന്റെ പ്രത്യേകത എനിക്ക് നിങ്ങൾക്ക് പറയാം. ജനതാദളിന്റെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഉപകക്ഷിയായി നിന്നുകൊണ്ടാണ് അവിടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനം മുമ്പോട്ടേക്ക് പോകുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം ഇത് തന്നെയാണ്. RSS വിരുദ്ധ വോട്ടുകൾ പൂൾ ചെയ്യിപ്പിക്കുന്നതിൽ രാജ്യത്തിനാകെ മാതൃക കേരളമാണ് എന്ന ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യത്തെ കോൺഗ്രസ് ശരിവെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, രാജ്യം മാതൃകയാക്കേണ്ട വർഗീയതയ്ക്കെതിരെയുള്ള സമരത്തിന്റെ, RSSനെതിരെയുള്ള സമരത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇലക്ട്രിക് ബേസ് ഉപയോഗിച്ചുള്ള സമരത്തിന്റെ ഏറ്റവും മാതൃകാപരമായ സംസ്ഥാനമാണ് കേരളം എന്ന സർട്ടിഫിക്കറ്റ് നൽകൽ കൂടെയാണ് സുരക്ഷിതമായ കേന്ദ്രം എന്ന നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ വരവിനെ. അങ്ങോട്ടേക്കുള്ള സ്ഥാനാർത്ഥിത്വത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നതില്ല. അത് നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അവിടെ മത്സരം നടക്കട്ടെ. പക്ഷെ അവിടുത്തെ മത്സരത്തിന്റെ പേരിൽ ഈ തെക്കേ ഇന്ത്യയിൽ പോയിട്ട് കേരളത്തിൽ പോലും UDFന്റേതല്ലാതെ ഒരൊറ്റ സീറ്റ് പോലും നിങ്ങളിലേക്ക് അടുപ്പിക്കാമെന്ന് നിങ്ങൾ ഒരു മനക്കോട്ടയും കെട്ടേണ്ടതില്ല. ഇങ്ങനെ എത്രയോ അവതാരങ്ങൾ വന്നു പോയിരിക്കുന്നു. ആദരണീയനായ പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ മഹാനായ EMS മത്സരിക്കുമ്പോൾ മുതൽ ഇവിടെ വന്ന് പ്രചരണം നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ താരപ്രഭയിൽ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ ഇമേജിൽ ഈ രാഷ്ട്രീയത്തിന് നല്ല കരുത്തുള്ള, ഏറ്റവും അടിസ്ഥാനപരമായ രാഷ്ട്രീയം സമരോത്സുകമായി ചർച്ച ചെയ്യുന്ന ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ താരപ്രഭയിൽ ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ ശരിയായ സ്ഥാനാർത്ഥികളെ വിട്ടയച്ച തെരഞ്ഞെടുക്കാതിരുന്ന അവസരം കേരളത്തിനുണ്ടോ? ഒരു ഘട്ടത്തിലുമില്ല. ഇതിനെയൊക്കെ നല്ല രാഷ്ട്രീയ ബന്ധത്തോടു കൂടെ തന്നെ കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജയിക്കുന്ന മണ്ഡലമാണ്. അതായത് ഈ ദക്ഷിണേന്ത്യ തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറയാൻ കഴിയുമോ? തമിഴ്നാട്, ആന്ധ്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ കേരളത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു പറ്റം സീറ്റുകളുമായി രാഹുൽ ഗാന്ധിക്ക് ദില്ലിയിലേക്ക് പോകാൻ കഴിയുമെന്നുമാണ് താങ്കൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ജയ്ക്ക് അതിനെ മറികടന്നുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ തള്ളിക്കളയുകയാണ്. ഒരിടത്തും അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു താരപ്രഭയുമായി ഇവിടെ വന്ന് തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും കർണാടകയും പോലുള്ള ഒരു സ്ഥലത്തും നിങ്ങൾ പറയുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടാവുകയേ ഇല്ല. പിന്നെ എന്ത് രാഷ്ട്രീയ സന്ദേശം എന്ന് ചോദിച്ചാൽ അത് ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കുക എന്നല്ലാതെ BJPക്കെതിരായ ഒരു മത്സരമായോ രാഷ്ട്രീയ സന്ദേശമായോ കണക്കിലെടുക്കാനുമാകില്ല എന്നാണ് ജയ്ക്ക് പറഞ്ഞു വെക്കുന്നത്. ജയ്ക്കിനോട് ഒറ്റ ചോദ്യം, ജയ്ക്ക് നിങ്ങൾ തമിഴ്നാട്ടിൽ എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? CPM തമിഴ്നാട്ടിൽ എത്ര സീറ്റ് മത്സരിക്കുന്നുണ്ട് ജയ്ക്ക്? ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ഭാഗമാണ് CPIയും കോൺഗ്രസും. ഒരേ മുന്നണിയിലാണ് CPIയും കോൺഗ്രസും ഒക്കെ മത്സരിക്കുന്നത്. കോയമ്പത്തൂരും മധുരയും ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പരമ്പരാഗതമായ പറയുമ്പോ കണക്കുകൾ ആദ്യം നോക്കുക. 39 സീറ്റുകളുണ്ട് ലോക്സഭയിൽ തമിഴ്നാട്ടിൽ. ആ 39 സീറ്റ്, അതോടൊപ്പം തന്നെ 25 സീറ്റ് ഉണ്ട് ആന്ധ്രയിൽ, 25 സീറ്റ്. കേരളത്തിലെ 20 സീറ്റ്. എത്ര സീറ്റായെന്നറിയോ? 80 സീറ്റായി. 80 സീറ്റ് സൗത്ത് ഇന്ത്യയിൽ ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമുണ്ട്. എന്താ 80 സീറ്റ് മോശ? ഈ 80 സീറ്റിൽ എത്ര കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് ഭൂതകാലത്തിൽ? നിങ്ങൾ കാമരാജിന് ശേഷം തമിഴ്നാട്ടിൽ എത്ര സീറ്റ് ആന്ധ്രയിലും തെലങ്കാനയിലും എത്ര സീറ്റ് കോൺഗ്രസ് ജയിക്കാറുണ്ട്? സീറ്റൊക്കെ അവിടെയുണ്ട്, പക്ഷെ നിങ്ങൾ ജയിച്ച ചരിത്രമൊന്നുമില്ല. അവിടെയാണ് പ്രശ്നം. ഞാൻ പരസ്പരം സംസാരിച്ച ആളുകൾ കേൾക്കാൻ പറ്റില്ല. അതായത് 39 സീറ്റുകൾ, 25 സീറ്റ് ആന്ധ്രയിൽ, 20 സീറ്റ് കേരളത്തിൽ ആണല്ലോ. 80 സീറ്റ് ടോട്ടൽ സൗത്ത് ഇന്ത്യയിൽ. നിങ്ങൾ സൗത്ത് ഇന്ത്യ ചെറുതായിട്ട് കാണല്ലേ? ഈ 80 സീറ്റുകൾ വരുന്നതിനകത്ത് നിങ്ങൾ എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത് അവിടെ? അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ കാണരുത്. ഞങ്ങൾക്ക് നോക്കൂ, CPM ഈ എപ്പോഴും ഈ മതേതരത്വവും അതോടൊപ്പം ജനാധിപത്യത്തിനും വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്ന് അവകാശപ്പെട്ടാൽ മാത്രം പോരാ. ഞങ്ങൾ ഈ കാര്യങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങളത് നിങ്ങളോടുള്ള മത്സരമായിട്ട് കാണാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ടാണെന്ന് വിചാരിക്കാൻ പാടില്ല. മത്സരിക്കൂ, നമ്മളോടൊപ്പം മത്സരിക്കൂ. നമ്മുടെ അവിടെ ആരാണ് വിജയി എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ JK, ഇവിടെ ഞങ്ങൾക്ക് മുൻവിധികളൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് ഞങ്ങളുടെ നിലപാടുകൾ. ഞങ്ങളുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയും ജയിക്കുക. അത് ആനന്ദ് പറഞ്ഞതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്ങനെയും ജയിക്കുക എന്നുള്ളതല്ല, ജനാധിപത്യവും അതോടൊപ്പം തന്നെ ജനാധിപത്യ രീതികളിലൂടെ ജനങ്ങളുടെ വോട്ട് നേടി മറ്റ് കൃത്യമായ വഴികൾ, അല്ല തെറ്റായ വഴികളിലൂടെ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ആ സ്ഥാനാർത്ഥികളുടെ നിർണ്ണയത്തെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ആരോ പറഞ്ഞ പോലെ ചർച്ചകളൊക്കെ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആനന്ദ്, ഇതിനകത്ത് ഞങ്ങൾക്ക് ഈ 80, നിങ്ങൾ ആനന്ദിന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, ആ 80 സീറ്റ് ചെറിയ കാര്യമല്ല. ആ 80 സീറ്റിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രഭാവം സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻസ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവും. തമിഴ്നാട്ടിൽ, അവിടെ കർണാടകത്തിലുണ്ടാവും, കേരളത്തിൽ കേരളത്തിലും ഉണ്ടാവും. അനന്ത സംശയം സ്യൂപ്പല്ലേ കേരളത്തിൽ? 20-20 അല്ലേ ഞങ്ങൾ കാണുന്നത്? അപ്പൊ അത് നിങ്ങൾ കാണാം. അപ്പൊ പുരുഷോത്തമൻ, എന്തായി കേരളത്തിലെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അന്തിമമായ കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ചർച്ചകൾ ഒരു പടി കടന്ന് കൂടുതൽ ചൂടുപിടിച്ച സാഹചര്യത്തിലേക്കാണ് കേരളത്തിൽ പോകുന്നത്. അറിയാമല്ലോ, രാഷ്ട്രീയ അന്തരീക്ഷം
കുറച്ചുകൂടി വിദ്യാഭ്യാസപരമായി കൂടി വിലയിരുത്തപ്പെടുന്ന ഒരു നാടാണ്. എന്താണ് BJPയുടെ ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന നിലപാട്? സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചല്ലോ. അത് പറയുന്നതിന് മുമ്പ് ഇവിടെ പലരും ഒരുപാട് പേര് വരുന്നതുകൊണ്ട് ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതിനകത്ത് എക്കോയും വരുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് പറയാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞാല് രാഹുൽ ഗാന്ധി ഇപ്പൊ പറഞ്ഞ് ഭാസുരേന്ദ്രബാബു പറഞ്ഞു അവിടെ മുഴുവൻ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിരുന്നു രാഹുൽ ഗാന്ധി. അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെങ്കിൽ അവിടുന്ന് എന്തിനാണ് രാഹുൽ ഗാന്ധി പേടിച്ചോടിയത് വയനാട്ടിലേക്ക്? വയനാട്ടിൽ തെരഞ്ഞെടുത്ത എന്തിനാണ് തെരഞ്ഞെടുത്തത്? അതുപോലെ തന്നെ എല്ലാവരും സാനിമോൾ ഉസ്മാന്, പിന്നെ KC വേണുഗോപാല് എല്ലാവരും വയനാട്ടിൽ ടിക്കറ്റ് വേണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്, ചോദിച്ചിരുന്നവരാണ്. സിദ്ദീഖിനെ കൊണ്ടുപോയി, അതെന്നെ ഇതിനെ മറക്കുന്നത്, സിദ്ദീഖിനെ കൊണ്ടുപോയി അവിടെ ഉമ്മൻചാണ്ടി കൊണ്ട് പ്രതിഷ്ഠിച്ചു. മാനസപുത്രനായ സിദ്ദീഖിനെ അവിടെ പ്രതിഷ്ഠിച്ചു. സിദ്ദീഖിനെ വെട്ടി. അങ്ങനെ മധുരമായി പകരം വീട്ടി പിണറായി വിജയൻ സോളാർ കേസില് പിന്നെ സരിത കേസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് മധുരമായി പകരം വീട്ടി. പുരുഷോത്തമൻ, ദയവായി താങ്കൾ ശോഭിക്കരുത്. താങ്കൾ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറയൂ. ശോഭിക്കല്ലോ, ഡ്രാമയല്ലേ. ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിലെ സ്ഥാനാർത്ഥിത്വത്തിനെ കുറിച്ച് താങ്കൾ പറയൂ. എന്തായി ഒരു പൊതു ചിത്രം പങ്കുവയ്ക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സൈഡ്ലൈൻ ചെയ്തിട്ട് ഇല്ല, ഞാൻ സൈഡ്ലൈൻ ചെയ്യുന്നില്ല. താങ്കൾ പറഞ്ഞ സരിത കൊടുത്ത കേസും KC വേണുഗോപാലിന്റെ പ്രശ്നമൊക്കെ ഞാൻ GV ഹരിക്ക് മുന്നിൽ വെക്കാം. ഇപ്പോൾ എനിക്ക് അറിയേണ്ടത്, ഈ ഘട്ടത്തിൽ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി നിർണയം ചിത്രം വ്യക്തമാണോ? കേരളത്തിൽ ഒരു വലിയ മത്സരം ഉയർത്താൻ ഒരു ഭാഗത്ത് NDA തയ്യാറാണോ, സജ്ജമാണോ? തീർച്ചയായും യാതൊരു സംശയവും വേണ്ട. പല സ്ഥലങ്ങളിലും BJP ജയിക്കും, പല കോൺസ്റ്റിറ്റ്യുവൻസികളും BJP ജയിക്കും എന്നുള്ള കാര്യത്തിൽ വിരളി പിടിച്ചിട്ട് ആണ് അവസാനം രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളുടെ കണക്കുകൂട്ടലിൽ ആ ചില സ്ഥലങ്ങൾ, ആ ചില മണ്ഡലങ്ങളൊന്ന് പറയാമോ? പലരും നോക്കും. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ ജയിക്കും, ജയിക്കും. പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ ജയിക്കും, പാലക്കാട് കൃഷ്ണകുമാർ ജയിക്കും. അങ്ങനെ പലരും ജയിക്കുമെന്ന് വ്യക്തമായ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയക്കാര് ഇവരെ തമ്മിലടിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാതെ ഒരു മൂടുപടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നടത്തിയിട്ടുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിക്കും, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടുന്ന് പഠിച്ചോടിയത്? ഉത്തരേന്ത്യയിലാണ് എത്ര സീറ്റുകൾ? 80 സീറ്റുകളാണ് ഉത്തർപ്രദേശില്. അവിടുന്ന് വിട്ടിട്ട് ഇയാൾ എന്തിനാണ് വയനാട്ടിൽ പോയത്? വയനാട് സെയിം സീറ്റാണെന്ന് അറിയാമല്ലോ. ശരി, GV ഹരി, പുരുഷോത്തമൻ ചില ചോദ്യങ്ങൾ താങ്കൾക്ക് മുന്നിൽ വെച്ചു. നമ്മൾ എല്ലാവരും ചർച്ചയിൽ പൊതുവിൽ അദ്ദേഹത്തിന്റെ ആ സമയത്തെ അപഹരിച്ചു എന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തതല്ല. കാരണം ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസും CPM എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചർച്ച വന്നതുകൊണ്ട് സമയം അങ്ങനെ പോയതാണ്. പുരുഷോത്തമൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് KC വേണുഗോപാലിന്റെ ഒക്കെ വിഷയം. താങ്കൾ ഒരു മറുപടി കൊടുക്കും. എനിക്ക് KC വേണുഗോപാലിന്റെ വിഷയം എനിക്കറിയില്ല. ആരുടെ കാര്യം, എന്തോ കാര്യം സംഭവം എനിക്കറിയാം. പുരുഷോത്തമൻ, ആ ചോദ്യം ഒന്ന് മുന്നിലേക്ക് വയ്ക്കൂ. GV ഹരിക്ക് മുന്നിൽ. താങ്കളെ അവോയ്ഡ് ചെയ്തതല്ല ആ ചോദ്യത്തിൽ നിന്ന്. താങ്കൾ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ മുതൽ ആ ചോദ്യം ഉയർത്തുന്നുണ്ട്, KC വേണുഗോപാലുമൊക്കെയായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. ടി സിദ്ദിഖ് ഉമ്മൻചാണ്ടിയുടെ മാനസപുത്രനാണ്. അദ്ദേഹത്തെ പല കാര്യങ്ങളിലും അദ്ദേഹം വഴിവിട്ട് സഹായിച്ചുള്ള ആളാണ്. ആ ടി സിദ്ദിഖിനെ ഇവിടെ പല പ്രാവശ്യവും വന്ന് ഉമ്മൻചാണ്ടി സിദ്ദിഖിന് വേണ്ടി വന്നിട്ട് സിദ്ദിഖിന്റെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നില്ല. വളരെ വ്യക്തമാണ്. ഞാൻ പത്രപ്രവർത്തകനും കൂടെയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം സിദ്ദിഖിന്റെ പേരുണ്ടായിരുന്നില്ല. ആ സിദ്ദിഖിനെ അവിടെ മത്സരിച്ചോളാൻ പറഞ്ഞിട്ട് ഒരു വശത്ത് പറയുകയും, അതേസമയം ആലപ്പുഴയിൽ ഞാനില്ല എന്ന് KC വേണുഗോപാൽ പറയും. KC മത്സരിക്കുകയാണെങ്കിൽ വയനാട് തരണം, കാരണം വയനാട് കിട്ടുകയെന്നറിയാം. അതേസമയം ഒരാഴ്ച മുമ്പ് സരിത, ഈ 3 പേർ, ഹൈബീഡന്, KC വേണുഗോപാല്, അനിൽകുമാർ, ഇവർക്ക് 3 പേർക്കെതിരെയും FIR ഫയൽ ചെയ്തു. ഇതിന്റെ പിന്നിൽ പിണറായി വിജയനാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം KC വേണുഗോപാലിന്. ആ KC വേണുഗോപാൽ ഒരു പടിക്ക് 2 പക്ഷി, അതായത് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിയെ വിട്ടുകയും ചെയ്യാം, പിണറായി വിജയന് മധുരമായ ഒരു പകരം വിട്ടുകയും ചെയ്യാം, രാഹുൽ ഗാന്ധിയെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്ന വഴി
ഈ രണ്ട് പകരം വീട്ടുകൾ നടത്താം എന്ന് KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് സുഹൃത്തായിട്ടുള്ള വലങ്കയായിട്ടുള്ള KC വേണുഗോപാൽ ശരി പുരുഷോത്തമൻ, ഞാൻ ജയിക്കിലേക്ക് ഒന്ന് പോവുകയാണ്. ജയിക്കിന് ഈ ചർച്ചയിൽ നിന്ന് പോകേണ്ടുന്ന ഒരു ഘട്ടമുള്ളതുകൊണ്ട് ജയിക്ക്, നേരത്തെ GV ഹരി സൂചിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 80 സീറ്റെങ്കിൽ ചെറുതെങ്കിൽ ചെറുത്, അത് സൗത്ത് ഇന്ത്യയിൽ വളരെ നിർണായകമാണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇടതുപക്ഷത്തിനെതിരായ ഒരു തെരഞ്ഞെടുപ്പായിട്ടല്ല, അങ്ങനെ ഒരു സന്ദേശമായിട്ട് അല്ല കോൺഗ്രസിനെ കാണുന്നത് എന്ന് തന്നെയാണ്. മോദിക്കെതിരായ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. വിജയം ജനാധിപത്യ മാർഗത്തിലൂടെ എങ്ങനെയും നേടിയെടുക്കുക എന്ന് തന്നെയാണ്. ജയ്ക്ക്, ഞാൻ പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയാവുന്ന മുഴുവൻ ആളുകളും തിരിച്ചറിയുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ, ആന്ധ്രയിലും തെലങ്കാനയിലും കോൺഗ്രസിന്റെ സ്ഥിതി എന്താ, കാമരാജാനന്തര കാലയളവിൽ തമിഴ്നാട്ടിന്റെ നിയമസഭയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞോ? ഏതെങ്കിലും ലോക്സഭാ സീറ്റിൽ നിർണായകമായ വിജയം കൈവരിച്ച് ഇന്ത്യൻ ലോക്സഭയിലേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് തമിഴ്നാട്ടിൽ നിർത്താൻ കഴിയുന്നുണ്ടോ? ആന്ധ്രയിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലും ഒക്കെ പ്രാദേശിക പാർട്ടികളുടെ അതിശക്തമായ ഭരണവും വിജയവുമാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പതിറ്റാണ്ടുകളായി സമീപകാലത്ത് ആവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്ത് ഇഫക്ട് കേരളത്തിലെ വയനാട്ടിൽ നിന്ന് മത്സരിച്ചാൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് വസ്തുതാവിരുദ്ധമാണ്. രാഷ്ട്രീയത്തിന്റെ വാളപാഠം അറിയാവുന്നവർ മുഴുവൻ ആളുകളും തള്ളിക്കളയുന്നതാണ്. പിന്നെ വയനാട് മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശം അത് നിങ്ങളുടെ പാർട്ടിയുടെ ഹോം അഫെയർ ആണ്, അതിൽ ഞങ്ങൾ കൈകടത്തേണ്ടതില്ല. പക്ഷെ അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം, അത് നൽകുന്ന രാഷ്ട്രീയ ലക്ഷ്യം, അത് കോൺഗ്രസിന് ഉറപ്പുള്ള സീറ്റുകൾ തേടി വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരേന്ത്യയിലോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആന്ധ്രയിലോ തെലങ്കാനയിലോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് വർഗീയതയ്ക്കെതിരെയുള്ള വോട്ടുകൾ പൂൾ ചെയ്യിപ്പിച്ച് എല്ലാ കാലയളവിലും രാജ്യത്തിന് മാതൃകാപരമായ സമരോത്സുകമായ മതനിരപേക്ഷതയുടെ ആവേശകരമായ സന്ദേശം നൽകിയിട്ടുള്ള കേരളം മാത്രമാണ്, ഇടതുപക്ഷ കേരളം മാത്രമാണ് അവിടെയും കോൺഗ്രസിന് അഭയം എന്ന സന്ദേശം മാത്രമാണ് നിങ്ങളുടെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് നൽകുന്നത്. ഈ സ്ഥാനാർത്ഥിത്വത്തിന് വയനാടപ്പുറം ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. വയനാട് പോലും കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഏത് കുറ്റിച്ചൂരിനെ നിർത്തിയാലും വയനാട് ഞങ്ങൾ ജയിക്കുമെന്നുള്ളതാണ്. ആ കുറ്റിച്ചൂരാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അത് വയനാട്ടിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞാൽ മതി. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുമ്പ് മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ ബരാത്വാലയൊക്കെ വന്ന് പോകുന്ന സമയത്ത് വോട്ട് ചോദിക്കാനും നന്ദി പറയാനും മാത്രം വന്നു പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അത്തരം കഥാപാത്രങ്ങളെ വീണ്ടും വയനാട്ടേക്ക് കെട്ടിയിറക്കാനാണെങ്കിൽ വയനാട് ഉൾപ്പെടെ കേരളം ഉൾപ്പെടെയുള്ള ജനത ഒറ്റക്കെട്ടായി നെഗറ്റീവ് വോട്ടിങ്ങിലൂടെയായിരിക്കും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം തേടേണ്ടതില്ല. GV ഹരി പറയൂ, ഇങ്ങനെ ജയ്ക്ക് സംസാരിക്കുന്നത് പോലെ ചിന്തിച്ചാൽ കാര്യങ്ങൾ അപകടകരമാണ്. രാഹുൽ ഗാന്ധി ജയ്ക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി ബാലപാഠങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. നോക്കൂ, ഈ ജയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ജയ്ക്ക് ഈ അടുത്ത കാലത്തൊക്കെ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ വരികയും അവിടെയുള്ള കോളേജ് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ജയ്ക്ക് പറഞ്ഞതിനോട് ഞാൻ ഒരു കാര്യം യോജിക്കുന്നു. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ കുറച്ചു കാലമായി കോൺഗ്രസിന് ശക്തി കുറഞ്ഞു വരികയാണ്. അവിടെ ഞങ്ങൾ തിരിച്ചു വരാനുള്ള ശ്രമങ്ങളാണ്. അവിടെ നോക്കൂ ആനന്ദ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്താ ചെയ്യേണ്ടത്? ഓരോ സ്ഥലത്തുമുള്ള തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ആ പ്രവർത്തനങ്ങൾ അല്ലാതെ എല്ലാ കാലവും ഞങ്ങൾ അവിടെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അയ്യോ ഞങ്ങൾക്ക് സീറ്റില്ല, ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ BJP-യുമായിട്ടുള്ള ഫൈറ്റിലാണ്. ആ BJP-യുമായിട്ടുള്ള ഫൈറ്റ് ഞങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, ജയ്ക്കിനും അറിയാവുന്നതാണ്. ജയ്ക്ക് പറയുന്നത് പോലെ അല്ല കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങൾ കാണുന്നത് ഞാൻ ഇപ്പൊ അകപ്പാടെ ഈ സൗത്ത് ഇന്ത്യനെ 3 പറഞ്ഞുള്ളൂ. 3 കേരളം കൂടി ചേർന്ന് 4. 5ാമതൊരു സംസ്ഥാനം കൂടെ ഉണ്ട്, കർണാടകം. അവിടുത്തെ സീറ്റുകൾ കൂടി വരുമ്പോൾ എത്രയായി? നമ്മൾ ഒരിക്കലും അവിടെ ഞങ്ങൾക്ക് അവിടെ സ്വാധീനമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഞങ്ങൾക്ക് സീറ്റുകൾ ലഭിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 80 അതായത് 110ഓളം സീറ്റുകൾ വരുന്നതാണ് കണക്ക്. ആ 110ഓളം സീറ്റുകളിൽ ഒരു 80 സീറ്റ് ഞങ്ങൾ കിട്ടിയാൽ എന്താ ആനന്ദേ, അത് കോശാണോ? ഒട്ടും മോശമല്ല. അത് തന്നെയാണ് കറക്റ്റ്. അതാണ് അതിന്റെ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് അറിയണമെങ്കിൽ ജയ്ക്ക് കുറച്ചുകൂടെ ഉള്ളിലേക്ക് വരണം. കുറച്ചുകൂടെ ഈ പറയുന്ന മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വന്ന ജയിക്കുന്നത്. ഭാസുരേന്ദ്ര ബാബു, ഈ BJP-ക്കെതിരായ ലീഡ് ചെയ്യുന്ന ഫൈറ്റ് നടത്തുന്ന ആളുകളാണ് കോൺഗ്രസ്. ഇവരുടെ ഒരു പറ്റം പ്രമുഖരായ, അതായത് ഏറെ നിർണായകവും പ്രമുഖരുമായ നേതാക്കൾ, കഴിഞ്ഞ ദിവസവും രമേശ് ചെന്നിത്തലയ്ക്ക് സമാനനായ ഒരു പ്രതിപക്ഷ നേതാവ് പോയി മഹാരാഷ്ട്രയിൽ. എങ്ങനെയാണ് ഈ ഫൈറ്റിനെ കാണുന്നത്? ഈ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ എത്തി നിൽക്കുന്ന ചർച്ചകൾ താങ്കൾ കേട്ടല്ലോ. അത്രയും കടന്ന് നിൽക്കുകയാണ്, രാഷ്ട്രീയമായി പരിശോധിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ, അതും വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിനെ സംബന്ധിച്ച് അത്രയും കടന്ന ചിന്തകളിലേക്ക് മലയാളികൾ പരിശോധിക്കുകയാണ്. അത്ര എളുപ്പമൊന്നുമായിരിക്കില്ല ആരുടെയും മത്സരവും ക്യാമ്പയിനുകളും ഇത്തവണ. ഭാസുരേന്ദ്ര ബാബു, ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി 20 മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്നത് കോൺഗ്രസും CPM-ഉം തമ്മിലാണ്, ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ആ നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്
എന്തെങ്കിലും ആവട്ടെ, കാര്യങ്ങൾ നീങ്ങുന്നത് ബി.ജെ.പിയുടെ കാര്യം പറയുമ്പോൾ എന്താ കാര്യം പ്രശ്നം? അല്ല, എനിക്ക് പ്രശ്നമില്ല, ഞങ്ങൾ രണ്ടാം സ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞോളൂ. അതിന് ശ്രീനിവാറിന് അനുകൂലമായിട്ടല്ലേ പറഞ്ഞത്? അതല്ല, അതിനകത്ത് ഒരു സറ്റയർ കൂടി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ആ നിലയ്ക്ക് വരുമ്പോൾ കുമ്മനം അവിടെ പുരുഷോത്തമൻ ഉറപ്പുള്ള സീറ്റുകളാണ് തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട്. ഞാൻ പറയുന്നത് ആ അവസ്ഥയാണ് സത്യത്തിൽ നിലനിൽക്കുന്നത്. ഈ അവസ്ഥ നിലനിൽക്കണമെന്നതിന് കാരണം ബി.ജെ.പിക്കെതിരായ ഒരു ഭാവുകത്വം കേരളത്തിൽ അതിശക്തമായി ഉണ്ട്. ആ ഭാവുകത്വ നിർമ്മാണത്തിൽ കോൺഗ്രസിന് പങ്കില്ല എന്നതാണ് രാഹുൽ ഗാന്ധി കേരളം തിരഞ്ഞെടുക്കുന്നത് വഴി അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു എന്തുകൊണ്ട് കർണാടകത്തിൽ മത്സരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് ഇദ്ദേഹം പറയുന്നുള്ളൂ, ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പാതിരി പറയുന്നത് മാതിരി. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനമാകുമോ? അല്ല, വിശദീകരണവുമാകില്ല. ഞാൻ പറയുന്നത് കേരളത്തിൽ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിന്റെ പ്രബുദ്ധത തന്നെയാണ്. ആ പ്രബുദ്ധത നിർമ്മാണത്തിൽ കോൺഗ്രസിന് പങ്കുമില്ല. അതിന് കാരണം ഞാൻ പറയാം ആനന്ദേ, ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം ആശ്രയിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെയാ. നോക്കൂ, വയനാട്ടിൽ കോൺഗ്രസിന്റെ മികവ് കൊണ്ടുവന്ന് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഇടപെടുന്നത് പോലെ AICC ലീഗ് ഇടപെടാൻ പോകുന്നതാണ്. അല്ല, അന്നല്ല ഞാൻ പറയുന്നത്. അവിടെ 5 സെഗ്മെന്റുകളുണ്ട്, അസംബ്ലി സെഗ്മെന്റുകൾ. അവിടെ മലപ്പുറം ജില്ലയിൽ വരുന്ന സെഗ്മെന്റുകൾ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ അല്ലേ? ഏറനാട് 19,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ട്. നിലമ്പൂർ UDF-ന്റെ ഭൂരിപക്ഷമാണ്. വണ്ടൂർ 12,000 ഭൂരിപക്ഷം കൊടുത്തു. നിലമ്പൂർ 3,000 ഭൂരിപക്ഷം കൊടുത്തു. കൽപ്പറ്റയിലും തിരുവമ്പാടിയിലും 2,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെയുള്ളത്. ഞാൻ പറയുന്നത് കോൺഗ്രസിൽ മുസ്ലിം ലീഗിനെയാണ്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി. തീർച്ചയായും ഞാൻ ഈ ചർച്ച തീർച്ചയായും GV ഹരി സൂചിപ്പിച്ചതുപോലെ ഒരു തരംഗം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം രാഹുൽ ഗാന്ധി. ഇത് ശരിയായ രാഷ്ട്രീയ സന്ദേശമല്ല രാജ്യത്തിന് കൊടുക്കുന്നതെന്നും ഉള്ള വാദഗതികൾ ഇതിനോടകം തന്നെ ശക്തമായി ഉയർന്നു കഴിഞ്ഞു. ഏതായാലും രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുന്നണികളോ പാർട്ടികളോ ഉയർത്തിക്കാട്ടുന്ന വ്യക്തികൾ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ വിവിധ മണ്ഡലങ്ങളിൽ ഒരേ സമയം മത്സരിക്കുന്നത് പുതുമയല്ല. എന്നാൽ നരേന്ദ്രമോദിക്കെതിരായ തെരഞ്ഞെടുപ്പെന്നും മതേതരത്വത്തിന് ആയുള്ള തെരഞ്ഞെടുപ്പെന്നും വലിയ ക്യാമ്പയിൻ അസാധാരണമായി ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിലാണ് നമ്മൾ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ തീരുമാനിക്കുന്നതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ ആശയം അത് സുതാര്യമാണോ, അത് തന്ത്രങ്ങളുടെ സ്വഭാവം മാത്രമുള്ളതാണോ, അതോ AICC അധ്യക്ഷൻ അമേഠിയിൽ പരാജയം മണക്കുന്നോ എന്നാണ് ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിച്ചത്. എല്ലാ അതിഥികൾക്കും നന്ദി.